സത്യത്തിൽ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ മകൻ ഓപ്പൺ ആയിട്ട് ഈ ഭാര്യയോട് പറയില്ല. അത് ഭൂരിഭാഗം മക്കൾ അങ്ങനെയാണ്, ആൺമക്കൾ അങ്ങനെയായിരിക്കും. നിങ്ങൾ പെണ്ണുങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, തങ്ങളുടെ അമ്മമാരുടെ കുറ്റം ഒരു ആൺമക്കളും തങ്ങളുടെ ഭാര്യമാരോട് പറയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ പരസ്പരം എത്ര നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാലും ചില വീടുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ ഇത് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ തെറ്റുകൾ കൊണ്ടല്ല കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിലെ ചില കാരണങ്ങളുണ്ട്. ഈ വഴക്കിന് ശരിക്കും കാരണക്കാർ വേറെ ആയിരിക്കും. ഈ സൈലന്റ് വില്ലന്മാരെ പോലെ ഒരാൾ ഈ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതം അവതാളത്തിലാകും. പിന്നെ അത് പല എന്താ പറയാ ജീവിതത്തിലെ പല ദുരന്തങ്ങൾക്കും വഴിയൊരുക്കും. അപ്പോൾ നമ്മൾ ഈ വഴുക്കലുള്ള പ്രദേശത്തോടുകൂടി നടക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കാല് ഉറപ്പിച്ചൊക്കെ നടക്കില്ലേ വീഴാതിരിക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ജീവിതം ഇതുപോലുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ട് വഴുക്കി വഴുക്കി ചെറിയ വഴക്കുകളുണ്ടായി പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ അതിൽ കാല് തെറ്റി വീഴാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. അപ്പോൾ ഒരു പഴഞ്ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാം. പണ്ടുള്ളവര് പറയേ, ഉറങ്ങുന്നവനെ ഒറ്റ വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ സാധിക്കും, എന്നാൽ ഉറക്കം നടിക്കുന്നവനെ എത്ര വിളിച്ചിട്ടും കാര്യമില്ലെന്ന്, അവനെ എഴുന്നേൽക്കില്ല. അപ്പോൾ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഈ ഐഡിയിൽ നിന്ന് യൂട്യൂബിന്റെ ഐഡിയിൽ നിന്ന് കമന്റ് ചെയ്യുമ്പോഴേ എല്ലാവർക്കും ഇന്ന ആളാണെന്നൊന്നും മനസ്സിലാവില്ല. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സെയിം ആണെങ്കിലാണ് ഇന്ന ആളാണ് കമന്റ് ചെയ്തതെന്ന് അറിയാവുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുമ്പോൾ എന്റെ വീടിന്റെ അടുത്തുള്ളവരെല്ലാവരും ഈ വീഡിയോ കാണണമെന്നില്ല ഞാൻ കമന്റ് ചെയ്തതിന്റെ. അങ്ങനെയൊന്നും ഓർത്താരും കമന്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഈ അനുഭവം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ഈ ഭാര്യ എന്ന് പറയുന്നത് ഒരു വേറെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു പെണ്ണാണ്. വേറൊരു സാഹചര്യത്തിലൊക്കെ ജീവിച്ചു വരുന്ന ഒരു പെണ്ണ്. ഭർത്താവ് ഇവിടെ 10, 25, 30 വർഷക്കാലമായിട്ട് തന്റെ അപ്പനെ, അമ്മേനെ, സഹോദരങ്ങളെ, ബന്ധുക്കളെയൊക്കെ കണ്ടു വളർന്ന് അവരെ കുറിച്ച് കുറച്ച് ധാരണയോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു ആളാണ്. അപ്പോൾ ഈ പെൺകുട്ടി വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭർത്താവ് ഇതുവരെ ധരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും അങ്ങനെ ആയിരുന്നില്ല എന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലാവും, ഈ ഭാര്യയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യമൊന്നും ഈ പെൺകുട്ടി അതിനൊന്നും പ്രതികരിക്കില്ല. അപ്പൊ പോകെ പോകെ ഇവക്ക് കുറച്ച് തഴക്കവും പഴക്കവും ഒക്കെ വരും. ഭാര്യ 2 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ അമ്മയായി, പിന്നെ 2 കുട്ടികളുടെ അമ്മ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ പല കാര്യങ്ങൾക്കും ഈ പെൺകുട്ടി ഈ ഭാര്യ പ്രതികരിക്കുവാൻ തുടങ്ങും. അപ്പോഴാണ് വഴക്കുകൾ ഉണ്ടാവുന്നത്. ആദ്യം ഒന്നും പ്രതികരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ പലതിനോട് പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ ഭാര്യമാരിങ്ങനെ പ്രതികരിക്കുമ്പോൾ ചില ഭർത്താക്കന്മാർ ബുദ്ധിപൂർവ്വം പെരുമാറുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാർ അതിനെ വളരെ നിസ്സാരമായിട്ട് കാണും. എന്നാൽ ചിലര് ഭയങ്കര ശക്തമായിട്ട് പ്രതികരിക്കുന്ന ചില പുരുഷന്മാര്, പലരും പല സ്വഭാവത്തിലുള്ളവരാണല്ലേ, അവൻ ചിലപ്പോൾ ഇതിനെയൊക്കെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ച് ഭയങ്കര വഴക്ക് ചിലപ്പോൾ ഈ വീട്ടിലുണ്ടാകും. അതായത് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത ചില കൂട്ടരുണ്ട്. ഈ ഓവർ സ്നേഹമൊന്നും കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പേരൻസും ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ചിലപ്പോ അകാലത്തില് ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ഒരു അമ്മയൊക്കെ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്കത് സഹിക്കില്ല. ഈ അമ്മായിമ്മയ്ക്ക് സഹിക്കില്ല എന്നുള്ളതാണ് 99% സത്യം. എനിക്ക് കിട്ടാത്ത സന്തോഷമൊക്കെ വേറൊരു സ്ത്രീ അനുഭവിക്കുന്നത് കാണുമ്പോൾ മിക്ക സ്ത്രീകൾക്കും ഉള്ള ഒരു അസൂയ തന്നെയാണ്, ഈ കുശുമ്പ് തന്നെയാണിത്. അപ്പോൾ അത് എനിക്കിങ്ങനെ കുശുമ്പുണ്ട്, എന്റെ മരുമകളുടെ അടുത്ത് എനിക്കിങ്ങനെ കുശുമ്പുണ്ടെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഒരുപാട് വയസ്സായ 50 വയസ്സിന് മേലെയൊക്കെ ഉള്ളൊരു അമ്മായിയമ്മയാണെങ്കിൽ, നേരത്തെ വിധവയായ ഒരു സ്ത്രീ ആണെങ്കിൽ എന്റെ മകനും ഭാര്യയും കൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്കിങ്ങനെ വിഷമമാണെന്ന് പറയുവാൻ സാധിക്കാതെ ഇവർ ഓരോ പരിപാടികൾ ഒപ്പിച്ചു വെക്കും. ചെറിയ ചെറിയ പരിപാടികൾ ഒപ്പിച്ചു വെക്കും. അതായത് ഓവർ കെയർ, ഓവർ സ്നേഹം ഇവർക്ക് കിട്ടുവാൻ വേണ്ടി ഇവർ കുറച്ച് അഭിനയിക്കും, അസുഖങ്ങൾ ഉള്ളതുപോലെ അഭിനയിക്കും. അപ്പോൾ അതായത് ഈ മകൻ വരുമ്പോൾ ഇവരുടെ എക്സ്പ്രഷൻ ഒക്കെ അങ്ങ് മാറും. കൈകൾക്ക് വേദന, കാലുകൾക്ക് വേദന, വയ്യായിക, തലകറക്കം, ഇങ്ങനെയുള്ള പല എക്സ്പ്രഷൻസ്, അഭിനയങ്ങൾ ഇവർ നടത്തും. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുമകളോട് ഈ മകൻ ഒരുപാട് സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ അതുപോലെ തന്നെ തൻ്റെ അടുത്തും കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മകൻ ഇത് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ മരുമകൾ ഇത് മനസ്സിലാക്കിയിട്ട് അമ്മയ്ക്ക് കുറച്ചുകൂടെ കെയർ കൊടുക്കാൻ പറയുക.
അല്ലാതെ നമ്മളിപ്പം ഈ ഭർത്താവ് ഇല്ലാത്ത സമയത്ത്, അതായത് ഈ മകൻ ഇല്ലാത്ത സമയത്ത് ഈ അമ്മ ഓക്കെ ആയിരിക്കും കേട്ടോ. ഈ അമ്മയ്ക്ക് കൈവേദന ഉണ്ടാവില്ല, കാലുവേദന ഉണ്ടാവില്ല, തലകറക്കോ വയ്യായികയോ ഒന്നും ഉണ്ടാവില്ല. ഒരു വലിയ വഴക്ക് വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ വില്ലൻ ആരാണെന്ന് നിങ്ങൾ പറയണം. അതായത് മകൻ ജോലിക്ക് പോയിരിക്കുകയാണ്, വൈകിട്ട് ഒരു 5:30 മണിയാകും വരുമ്പോൾ. അപ്പൊ മരുമകളും അമ്മായിയമ്മയുടെ ചായ ഉണ്ടാക്കി കുടിക്കുന്ന സമയം 4:30 മണിയാണ്. അപ്പോൾ മരുമകള് ചായ ഇടാനായിട്ട് 4:30 മണിയായപ്പോൾ ചായ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിയമ്മ ഇങ്ങനെ ഒന്ന് കാണിച്ചു. അപ്പൊ മരുമകള് വിചാരിച്ച് ഇപ്പൊ ചായ വേണ്ടെന്ന്. അങ്ങനെ ചായ വെച്ചില്ല. അപ്പൊ മരുമകൾ വിചാരിച്ച് ഈ ഭർത്താവ് വരുമ്പോൾ, ഈ മകൻ വരുമ്പോൾ ഒരുമിച്ച് ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 5:30 മണിയായപ്പോൾ ഈ മകൻ വരുന്നു. വന്ന് കുളിച്ചിട്ട് വന്നിട്ട് അന്ന് ഒരുമിച്ച് ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കുട്ടികൾ വന്ന് അവര് ട്യൂഷന് പോയി. ഓക്കെ. അപ്പോൾ ഭർത്താവ് കുളി കഴിഞ്ഞ് വരണമല്ലോ. അപ്പൊ ചാമത്ത് ചായ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഈ മരുമോള് വീട്ടില് പുറത്ത് എന്തോ മുറ്റം നോക്കാനോ എന്തോ ജോലിക്കായിട്ടാണ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ അമ്മ ഈ മകനോട് മാത്രമായിട്ട് പറഞ്ഞാണ്, മകന് കേൾക്കാൻ പാകത്തിന് പറയുകയാണ്, ഈ നേരം വരെ എനിക്കൊരു ചായ കിട്ടാൻ നിവൃത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ മകൻ എന്തായിരിക്കും വിചാരിക്കുന്നത്? അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഈ അമ്മയും കൂടി ഇരുന്ന് ഇവരുടെ കൂടെ 5:30 മണിക്ക് ചായ കുടിക്കുമ്പോൾ മകൻ ഭാര്യയോട് കുറച്ച് കടുപ്പത്തിൽ ചോദിക്കുവാണ്, അമ്മയ്ക്ക് എന്താ നേരത്തെ ചായ ഇട്ട് കൊടുക്കാഞ്ഞത് എന്നിത്തിരി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലെ ദേഷ്യം ഈ ഭാര്യയ്ക്ക് പിടിക്കില്ല. അപ്പോൾ അതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല ഈ ഭാര്യ പറയുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ വേണ്ടായെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് എന്നൊന്നും ഈ ഭാര്യ പറയാൻ നിൽക്കില്ല. ഭർത്താവിന്റെ ചോദ്യത്തിലെ ആ ദേഷ്യത്തിന്റെ ടോൺ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഭാര്യയും അതിനേക്കാൾ ദേഷ്യത്തില് തിരിച്ച് ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിച്ചോളൂ. കൃത്യസമയം നോക്കി ചായ കുടിച്ചില്ലെങ്കിൽ എന്താ ചത്തുപോകുമോ എന്നാണ് ചോദിച്ചതെങ്കിൽ വഴക്കിന് വേറെ വല്ല കാരണവും വേണം. സത്യത്തിൽ ഈ വഴക്ക് ഉണ്ടാക്കിയത് ആരാണ്? ഈ അമ്മയാണ് അവിടെ ഇരുന്ന് സൈലന്റ് വില്ലത്തിയായിട്ട് വഴക്കുണ്ടാക്കിയത്. ഇതിൽ ഇരകളാണ് ഈ ഭാര്യയും ഭർത്താവും. അപ്പോൾ ഈ ഭർത്താവിനും ഈ ഭാര്യയ്ക്കും കൃത്യമായിട്ട് ഈ അമ്മയെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ നാളെ വഴക്കുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഭാര്യയുടെ ഈ ഒരൊറ്റ ചോദ്യത്തില് ഭർത്താവ് ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കയ്യിലിരുന്ന ചായ ഗ്ലാസ് വലിച്ചത്, അപ്പൊ അവിടെ ആ കുപ്പി ഗ്ലാസ് വീണ് പൊട്ടും. അമ്മ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കും. ഇതൊന്നും ഞാനൊന്നും ഇത് അറിഞ്ഞതല്ല എന്നുള്ള രീതിയിൽ. സത്യത്തിൽ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഈ മകൻ ഓപ്പൺ ആയിട്ട് ഈ ഭാര്യയോട് പറയില്ല. അത് ഭൂരിഭാഗം മക്കൾ അങ്ങനെയാണ്, ആൺമക്കൾ അങ്ങനെയായിരിക്കും. നിങ്ങൾ പെണ്ണുങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, തങ്ങളുടെ അമ്മമാരുടെ കുറ്റം ഒരു ആൺമക്കളും തങ്ങളുടെ ഭാര്യമാരോട് പറയില്ല. ഇനി നമ്മള് മരുമക്കള്, നമ്മള് ഭാര്യമാര് ഇത് ഇന്നതാണെന്നത്ര തെളിവ് സഹിതം ഇവരോട് പറഞ്ഞാലും ഇവരത് അംഗീകരിക്കില്ല. ഇവര് പൊട്ടന്മാരായിട്ട് അഭിനയിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ സഹോദരിമാര് ഈ അമ്മായിമ്മമാരുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഭർത്താക്കന്മാരെ നേരെയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ ഒരിക്കലും ഒരു ഭർത്താവ് നേരെയാവില്ല. അങ്ങനെ നേരെയാവുന്നവർ കുറച്ച് വിവരമൊക്കെ ഉണ്ടായിട്ട്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യയും ഇങ്ങനെയാണ്, ഇതിൻ്റെ ഇടയിൽ ചെകുത്താൻ്റെയും കടലിൻ്റെ ഇടയ്ക്ക് പെട്ട് നിൽക്കുവാണ് ഞാൻ എന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം തെന്നി അവിടെ നിന്ന് കേട്ടാലും പൊട്ടനായിട്ടും ഇവിടെ നിന്ന് കേട്ടാലും പൊട്ടനായിട്ടും നിൽക്കുവാണെങ്കിൽ ചെവി കേൾക്കും. അത് കേട്ടിട്ട് മിണ്ടാതെ ഇരുന്ന് വല്ലതും കിട്ടുന്നത് തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കും. അതേസമയം ഇതിലൊക്കെ ഇടപെടാനും പ്രതികരിക്കാനും ഒരു പുരുഷൻ നിൽക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം. പിന്നെ ഒരാഴ്ചത്തേക്ക് ഭാര്യയും ഭർത്താവും വേണ്ടില്ല, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത്തിരി കുടിക്കുന്ന ഭർത്താവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പുരുഷനാണെങ്കിൽ ഉടനെ ഈ ചായ ഗ്ലാസം വലിച്ചു കഴിഞ്ഞ് അവൻ ജംഗ്ഷനിൽ പോയി അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോയി അത് മദ്യപിക്കാനായിട്ട് പോകും. അപ്പോൾ ഒരു വഴക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ ഈ ഭാര്യമാര് ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്തായാലും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ആ കൃത്യസമയം നോക്കി അങ്ങ് ഉണ്ടാക്കി കൊടുത്തേരുന്നേ. അവര് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്കാം. ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പൊ ഞാനിത് വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചായ എന്ന് പറയുമ്പോൾ നിസ്സാരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരു വീട്ടിലെ സമാധാനം മൊത്തത്തിൽ കളയാൻ ഒരു ഗ്ലാസ് ചായ മതി.
അപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത്. ഇതുപോലെ പല പല കാര്യങ്ങളുണ്ട്. അതായത് ഈ മക്കളുടെ വിചാരം ഞങ്ങളുടെ അമ്മ അപ്പൻ ഒക്കെ ഭയങ്കര ഭക്തിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ, ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ എൻ്റെ അമ്മ ഭയങ്കര ഭക്തയാണ്. ആരാധനാലയത്തിൽ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊക്കെ പോകും, ഭയങ്കര ഭക്തിയാണ്. എൻ്റെ അമ്മയുടെ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തകളാണ്. ചുറ്റുവട്ടത്തുള്ള ഇതേ ഏജിലുള്ള 60 വയസ്സുള്ള കുറെ അമ്മച്ചിമാരുണ്ട്. എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണെങ്കിൽ ഈ മകന് തെറ്റി. അങ്ങനെയൊന്നുമല്ല. ഇവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഇവരൊരു പ്രതിച്ഛായ ഇങ്ങനെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഈ കൂടെ കൂടുന്ന ഈ അമ്മച്ചിമാരുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടെ കൂടിയ നമ്മുടെയൊക്കെ വിചാരം ഇവരെന്തോ ഭയങ്കരമായിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇവർ പറയുന്നത് മൊത്തം ഈ അയൽവക്കത്തുള്ള കഥകൾ, അവിഹിത കഥകൾ, പരദൂഷണം, അമ്മായിമ്മ പോലും വീട്ടിലെ കുറ്റങ്ങളായിരിക്കും പറയുന്നത്. ഒരു ആ ആന്റിയുടെ മരുമകളുടെ കുറ്റായിരിക്കും പറയുന്നത്, ഈ വീട്ടിലെ അമ്മച്ചി പറയുന്നത് അവരുടെ മരുമകളുടെ കുറ്റായിരിക്കും. അങ്ങനെ കുറ്റങ്ങൾ പറയുമ്പോൾ ഇവർക്ക് കൂടി ചേരുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് ഇവർ ഭക്തിയെ മാറ്റുകയാണ്. ഭക്തി ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഭക്തിക്ക് പോകുമ്പോൾ ഇവരുടെ വിചാരം ഇതൊരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്, നല്ലൊരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ഭക്തിക്ക് പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി, അയ്യോ അവരെല്ലാവരും കൂടെ ഇവിടെ വന്നിട്ട് എന്തോ ഒരു കുറ്റം പറച്ചിലാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് കർത്താവിനെ വിളിച്ചിട്ട് എന്താണ് കാര്യം എന്നൊന്നും നമ്മൾ ചോദിച്ചു പോയേക്കരുത്. അങ്ങനെ ചോദിച്ചു പോയാൽ നമ്മളാകും മോശക്കാരികൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരികളാകും, നമ്മൾ കുറ്റക്കാരികളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആ പഴഞ്ചൊല്ല് മറക്കണ്ട. ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ സാധിക്കും, ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഒരിക്കലും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.